ചെർപ്പശ്ശേരി 11-ാം വാർഡ് 26-ാം മൈലിൽ 11 പദ്ധതികളുമായി സ്വതന്ത്ര സ്ഥാനാർത്ഥി EV നൌഷാദ്. വാർത്താസമ്മേളനത്തിലാണ് വാർഡിൻ്റെയും ചെർപ്പശ്ശേരിയുടെയും വികസന സ്വപ്നങ്ങളും തൻ്റെ കാഴ്ചപ്പാടും വ്യക്തമാക്കിയത്. ചെർപ്പശ്ശേരി നഗരസഭയിലെ 11-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആപ്പിൾ ചിഹ്നത്തിലാണ് EV നൌഷാദ് മത്സരിക്കുന്നത്. നേരത്തെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് നൌഷാദ് അറിയിച്ചിരുന്നത്. എന്നാൽ തീരുമാനം മാറ്റി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരരംഗത്ത് വന്നിട്ടുള്ളത്. താൻ വിജയിക്കുകയാണെങ്കിൽ വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന 11 പദ്ധതികളും നൌഷാദ് പ്രഖ്യാപിച്ചു. കാക്കാത്തോടിന് കുറുകെ ആധുനിക രൂപത്തിലുള്ള തൂക്കുപാലം, അതിനോട് ചേർന്ന് ഇരുഭാഗത്തും പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള നടപ്പാതയും മിനി പാർക്കും, യുവതി യുവാക്കൾക്ക് സൗജന്യമായി PSC കോച്ചിംഗ് ക്ലാസ്, വനിതകൾക്ക് വീട്ടിലിരുന്നു കൊണ്ടുള്ള സ്ഥിര വരുമാനം, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, വായനശാല എന്നിങ്ങനെ നീളുന്നു ഈ 11 പദ്ധതികൾ. 11 പദ്ധതികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 11-ാം വാർഡ് 11 പദ്ധതികളുമായി നൌഷാദ് EV രംഗത്ത് വരികയാണ്. അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ ഞങ്ങളിവിടെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു. പഴയ രാഷ്ട്രീയ പാർട്ടികൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നല്ലാതെ എന്താണ് പുതിയ ആശയങ്ങൾ ആരും കൊണ്ടുവരുന്നില്ല. പഴയ കുറേ ആശയങ്ങൾ നിറവേറ്റാൻ നോക്കുക. ബസ് സ്റ്റാൻഡ്, മറ്റുള്ള കാര്യങ്ങൾ, റോഡ് വികസനം, അതെല്ലാം കാലാകാലങ്ങളിൽ വരേണ്ട വികസനങ്ങളാണ്. പക്ഷേ പുതിയ ആശയങ്ങളും പുതിയ ചെറുപ്പക്കാർക്കും പുതിയ കുട്ടികൾക്കും മുതിർന്നവർക്കും എന്തെല്ലാം ഇവിടെ കൊടുക്കാൻ കഴിയും അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനൊരു 11 പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 11-ാം വാർഡിനെ കേന്ദ്രീകരിച്ച്. അതിൽ ആദ്യത്തെ പദ്ധതി കാക്കാത്തോടിന് കുറുകെ ഒരു ആധുനിക രീതിയിലുള്ള ഒരു തൂക്കുപാലം. അതാണ് എൻ്റെ മെയിൻ പദ്ധതി. കാരണം നമ്മൾ കാണാത്ത ഒരു ചെർപ്പുളശ്ശേരിയെ ആധുനിക രീതിയിലുള്ള ഒരു തൂക്കുപാലത്തോടു കൂടി ചെർപ്പശ്ശേരി കൊണ്ടുവരാം. അത് ചെർപ്പശ്ശേരിയിലേക്ക് ഒരു ടൂറിസം മേഖലയെ വിജയിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ്. അതിൻ്റെ കൂടെ ഒരു മിനി പാർക്ക്, രണ്ട് പാലത്തിൻ്റെ അപ്പുറം ഇപ്പുറം ഒരു നടപ്പാത, വൈകുന്നേരങ്ങളിൽ ഈ മോർണിംഗ് വാക്കുകളും എക്സസൈസും ചെറുപ്പക്കാർക്കും മറ്റ് പൊതുജനങ്ങൾക്കുമായിട്ടുള്ള ഒരു പദ്ധതി. അതാണ് മെയിൻ പദ്ധതി. രണ്ടാമത്തെ പദ്ധതി കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ചെലവുകൾ മാക്സിമം നമ്മൾ അർഹരായ കുട്ടികളെ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ സഹായിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി നമ്മൾ വരുന്നത് ഇവിടെ യുവതി യുവാക്കൾക്ക് ഒരു PSC കോച്ചിങ് സെൻറ്റർ മാസത്തിൽ ഒരിക്കൽ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്നും EV നൌഷാദ് പറഞ്ഞു. CP ജയപ്രകാശ്, മധു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.